നിലമ്പൂരിൽ UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുമെന്ന് PV അൻവർ. മുന്നണി പ്രവേശന ചർച്ചയ്ക്കായി അൻവർ കന്റോൺമെന്റ് ഹൌസിൽ എത്തി. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായിട്ടാണ് ചർച്ച നടത്തുക. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളെക്കുറിച്ച് അറിയില്ലെന്നും അൻവർ പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ 100% വലിയ വോട്ടിന് പിണറായി സത്തിനെതിരെയുള്ള വോട്ടിംഗ് നിലമ്പൂരിൽ നടക്കും. അത് തർക്കമില്ല. അല്ല, അതൊന്നും എന്റെ ഡ്യൂട്ടി അല്ലല്ലോ. അല്ല, അത് അങ്ങനെ പലതും പറയില്ലേ. രാഷ്ട്രീയവും സാഹചര്യങ്ങളും മാറി മറിയല്ലോ. അത്രേ ഉള്ളൂ. ഇല്ല, ഒരു പേരും മുന്നോട്ട് വെക്കുന്നില്ല. അത് കോൺഗ്രസ് ലീഡർഷിപ്പ് തീരുമാനിക്കും. UDF സ്ഥാനാർത്ഥി ആര് എന്നത് UDF നേതൃത്വവും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിയോടൊപ്പം പിണറായിക്കെതിരെ എല്ലാവരെയും അണിനിരത്തി നമ്മൾ മുന്നോട്ട് പോകും. KR സാജു വിവരണവുമായി ചേരുന്നു. സാജു, ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി അൻവറിനെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ തൃണമൂലിനെ എടുക്കേണ്ടതില്ല എന്നുള്ളതൊരു നാഷണൽ ലൈനിന്റെ ഭാഗം തന്നെയാണോ? നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ PV അൻവറും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിങ്ങനെ 3 പേരാണ് കോൺഗ്രസ് ഭാഗത്തുനിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിലെടുത്ത ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ PV അൻവറിനെ UDFന്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന ഒരു ധാരണയുമായാണ് ചർച്ചയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുള്ളത്. അത് PV അൻവറിനെ ധർമ്മസങ്കടത്തിലാക്കുന്നതാണ് എന്നത് വസ്തുതയാണ്. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിലേക്കുള്ള അൻവറിന്റെ പ്രവേശനത്തിനുള്ള സാധ്യതകൾ കുറവാണ്. പകരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സഹകരിപ്പിക്കുകയും അതിനുശേഷം മുന്നണിയുടെ ഭാഗമാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്ക് പോകാം എന്ന നിലയിലുള്ള ചില ഉറപ്പുകൾ PV അൻവറിന് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വം നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് PV അൻവറിന്റെ UDF പ്രവേശനം ഇന്നുണ്ടാകില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ നമുക്ക് ചർച്ചയ്ക്ക് മുന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവറിന് മുന്നിൽ ചില ഉപാധികൾ വെക്കാൻ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപ്രകാരം അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിക്കും. പകരം ഒരു കേരള പാർട്ടി എന്ന നിലയിലാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ തുറന്നിടും. ഒപ്പം അൻവറിന് മുന്നണിയുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ഇപ്പോൾ RMPയും മറ്റും പ്രവർത്തിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചില ഉപാധികളും നിർദ്ദേശങ്ങളുമായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ CPMന്റെ പരാജയം ഉറപ്പാക്കേണ്ടത് അൻവറിന്റെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് ഇക്കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുകളിൽ ചെലുത്താൻ കഴിയില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം UDFുമായി സഹകരിച്ചു പോകുക ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന നിലയിലേക്ക് അൻവറിനും മയപ്പെടേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അജിംസ്.